ചേട്ടന്മാരെ മക്കൾക്കും അങ്ങേർക്ക് ആരോഗ്യം ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും വാഞ്ച് നശിപ്പിച്ചവരാണ്. അങ്ങേരെ എല്ലാ സമ്പാദ്യവും അങ്ങേര് ഇപ്പൊ 6 കൊല്ലം എന്നെ തലയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അത് ഇവിടെ ചില പറ്റി എനിക്ക് തലയുടെ സ്മാരകത്തിന്റെ സോമന്ന് വീണതാ. തല കല്ലിലടിച്ച് തല പൊളിഞ്ഞതാ. തലച്ചോറിൽ ഓപ്പറേഷൻ കഴിഞ്ഞതാ. ആദ്യം മരിച്ചെന്നാ പറഞ്ഞു. പിന്നെ എല്ലാവരും പറഞ്ഞു ഡോക്ടർമാർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഉമ്മ പ്രാർത്ഥിച്ചു. ഇവിടെ ഇന്നലെ സാറന്മാർ വന്നിരുന്നു. അപ്പൊ പറഞ്ഞ് ഇന്നത്തെ ദിവസം ഇതുപോലെ സ്ഥിരമായിട്ട് ഇടയ്ക്ക് രാവിലെ നാളെ അവിടെ. ഹായ്, നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളതായിരിക്കും, ഈ ഒരു ന്യൂസ് കണ്ടിട്ടുള്ളതായിരിക്കും. എങ്കിലും എൻ്റെ മനസ്സിൽ ഈ ഒരു ന്യൂസ് ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു, അല്ലെങ്കിൽ എന്താണ്, മനസ്സിനെ ഒന്ന് ചിന്തിപ്പിച്ചു എന്നൊക്കെ പറയാമല്ലോ. ആ ഒരവസ്ഥയിലേക്ക് ഈ ഒരു ന്യൂസ് എന്നെ കൊണ്ട് ചെന്നെത്തിച്ചു. അപ്പോൾ ഇവിടെ ഈ ഇദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഷംസുദ്ദീൻ എന്നാണ്. ഷംസുദ്ദീൻ. ഇദ്ദേഹം തൃശ്ശൂർക്കാരനാണ്. ഇദ്ദേഹം കല്യാണം കഴിച്ചു, ഒരു വൈഫുണ്ട്. കുട്ടികളുടെ കാര്യം പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. കണ്ണൂരിൽ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. പുള്ളിക്കാരന് അപസ്മാരം എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. അപ്പോൾ ഇദ്ദേഹം തെങ്ങിലോ എങ്ങാണ്ട് കയറിയ സമയത്ത് അപസ്മാരം വന്ന് ഇദ്ദേഹം വീണു, തല ഇടിച്ചു, തല ഓപ്പറേഷൻ ചെയ്തു. കുറേ കാലം ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയിട്ടുണ്ടാവുമായിരിക്കും. അദ്ദേഹം ഇപ്പോൾ കിടപ്പ് രോഗിയാണ്. അപ്പോൾ ഈ ഒരു കിടപ്പ് രോഗാവസ്ഥയിൽ ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ കൂടെയാണ് ഇദ്ദേഹം താമസിച്ചിരുന്നത്. സ്വാഭാവികമാണ്. കാരണം ഒരാൾ ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് ഉള്ളതുപോലെയല്ല അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു സമയത്ത്. ആ ഒരു സമയത്ത് ഒരു കിടപ്പ് രോഗിയെ ചികിത്സിക്കുക, അല്ലെങ്കിൽ ഒരു കിടപ്പ് രോഗിയെ നോക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ മലമൂത്ര വിസർജനം വൃത്തിയാക്കണം, അദ്ദേഹത്തിന് സമയാസമയം ഭക്ഷണങ്ങൾ കൊടുക്കണം, ഓരോ ദിവസവും അദ്ദേഹം കിടക്കുന്ന സ്ഥലം വൃത്തിയാക്കണം. അപ്പം അത്രയും കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു കിടപ്പ് രോഗിയെ നമുക്ക് ചികിത്സിച്ച് അല്ലെങ്കിൽ നോക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ സഹോദരൻ്റെ വൈഫും മക്കളുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, ഈ ഷംസുദ്ദീൻ എന്ന് പറയുന്ന ആളുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല എന്നോ മറ്റോ വൈഫ് പറഞ്ഞിട്ടുണ്ടാവും, ഏട്ടൻ്റെ വൈഫ് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഏട്ടന് വേറെ വഴി ഉണ്ടാവൂലായിരുന്നിരിക്കാം. അദ്ദേഹം ചെയ്തത് പക്ഷേ വല്ലാത്ത ഒരു, അതായത് ഒരു പട്ടിയെ കൊണ്ടുവന്ന് കളയുന്നത് പോലെ, ഒരു പൂച്ചയെ കൊണ്ടുവന്ന് കളയുന്നത് പോലെ, ഒരു മനുഷ്യജീവനെ ഇത്രത്തോളം വിലയില്ലാതാകുന്ന ഒരു നിമിഷം ആലോചിച്ചപ്പോൾ ഹൃദയം തേങ്ങിപ്പോയി എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂലല്ലോ. ചിലപ്പോൾ ഞാൻ ആ ഒരു കണ്ടീഷൻ കടന്നു വരുന്നത് കൊണ്ടായിരിക്കാം എനിക്കത് ഭയങ്കര പെട്ടെന്ന് എഫക്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സംഭവം പറയുമ്പോൾ വേറൊരു കാര്യം കൂടി എൻ്റെ മനസ്സിൽ വന്നു. അതായത് കഴിഞ്ഞാണല്ലോ, ഈ അടുത്ത കാലത്തായിട്ടാണല്ലോ കൊറോണ വന്നത്. അപ്പോൾ ഈ ഒരു കൊറോണയുടെ സമയത്ത് പ്രവാസിയായിരുന്ന ഒരു ചങ്ങായി നാട്ടിലേക്ക് വന്നപ്പോൾ നാട്ടിൽ ഉമ്മ താമസിക്കുന്ന വീട്ടിൽ ആങ്ങളയും ഭാര്യയും മക്കളും ഒക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ അസുഖബാധിതരായ ആളുകളെ ഗൾഫിൽ നിന്നും കയറ്റി അയക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി. അങ്ങനെ അസുഖബാധിതനായി ഇദ്ദേഹം നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് പോയപ്പോൾ സഹോദരനും ഭാര്യയും പറഞ്ഞു, ഇങ്ങോട്ടേക്ക് കയറണ്ട, നിങ്ങൾ നിങ്ങളുടെ വൈഫിൻ്റെ അടുത്തേക്ക് പോകുമെന്ന് പറഞ്ഞു. വൈഫിൻ്റെ അടുത്ത് പോയപ്പോൾ ഇത് വൈഫിൻ്റെ സ്ഥലത്ത് ഇദ്ദേഹം വെച്ച വീടാണെങ്കിൽ പോലും വൈഫും പറഞ്ഞു, എനിക്ക് കുഞ്ഞു കുട്ടികളാണ് ഉള്ളത്, നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് രോഗബാധിതരാകും, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളിക്കാരൻ ശരിക്കും ഒരിടത്തും പോകാനില്ലാതെ അങ്ങനെ ഗവൺമെൻറ് സംവിധാനത്തിലോട്ടാണ് ഇദ്ദേഹം ചികിത്സയ്ക്കായിട്ട് പോയത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അതായത് ഒരു മനുഷ്യൻ അവൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളുമൊക്കെ മാറ്റിവെച്ച് തൻ്റെ പ്രിയപ്പെട്ടവർ സുഖമായി ജീവിക്കട്ടെ എന്നാലോചിച്ച് ഒരുപാട് കാര്യങ്ങൾ ത്യജിക്കുന്ന ആളുകളാണ്. അങ്ങനെ ത്യജിച്ച് ഒടുവിൽ ഒരു രോഗബാധിതനായി വരുമ്പോൾ ഒരു പട്ടിക്ക് തുല്യം, ഒരു പൂച്ചയ്ക്ക് തുല്യം തെരുവിലേക്ക് എറിയപ്പെടുന്ന ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഇനി ഇദ്ദേഹം എന്ന് പറയുന്നത് കുടുംബം നോക്കാത്ത ഒരാളാണ് എന്ന് തന്നെ കരുതിക്കോ. പക്ഷെ ഒരു മനുഷ്യൻ്റെ ദയനീയ അവസ്ഥയാണ് അവൻ്റെ
അസുഖാവസ്ഥ എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ അസുഖബാധിതനാവുക, കിടന്നു പോവുക എന്ന് പറയുന്നത് ഒരു ദയനീയ അവസ്ഥയാണ്. ഈ ഒരു ദയനീയ അവസ്ഥയിൽ അവൻ ഉപേക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് അതിലും വലിയ ദയനീയ അവസ്ഥയാണ്. അപ്പോൾ ഇത് ഒരു മാനുഷികപരമായി, ഇതിപ്പോൾ മതപരമായി നോക്കുകയാണെങ്കിലും എന്താണ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇസ്ലാം മതം എന്ന് പറയുന്നത് വളരെയധികം കിത്തുമത്തിന് കൂലി കൊടുക്കുന്ന ഒരു മതമാണ്. അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു ദിവസം ലൈവിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ ഫലമാണ് നിങ്ങൾ ഇന്ന് ഒഴുക്കുന്ന കണ്ണുനീർ എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഈ എഴുതിയ ആൾ ഒരു മതവിശ്വാസിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു. അതിനുശേഷം ആ ലൈവൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നോട് ഐഷ നേഹയാണ് ഈ കാര്യം പറഞ്ഞ, ഇങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് നോക്ക്. അപ്പോൾ റെനീസും എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ ഫലമാണ് ഞാൻ ഒഴുക്കുന്ന കണ്ണുനീർ എന്ന് പറയുമ്പോൾ ഞാൻ പഠിച്ച ഒരു മതമുണ്ട്. ആ മതം എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ചെയ്തു പോയ, അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളുണ്ടാകാം. ഈ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭൂമിയിലും അള്ളാഹു സമയം തരും. നമ്മൾ പരലോകത്തിലെത്തിയാൽ അവിടെ നമ്മൾ വിചാരണയ്ക്ക് വിധേയരാകുകയും ചെയ്യും. അപ്പോൾ അതിനെ പരിഹരിക്കാൻ നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും അതിലൊക്കെ വരുന്ന വീഴ്ചകളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് റബ്ബ് നമുക്കൊരു അവസരം തരും. ഒരവസരമോ ഒരുപാട് അവസരങ്ങൾ തരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഈ ഒരു അസുഖം എനിക്ക് അനുഗ്രഹമല്ലേ? കാരണം ഞാൻ ഒരു കിത്തുമത്ത് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതിന് കൂലിയുണ്ട്. ആ കൂലിക്ക് അർഹതപ്പെട്ടവളായി ഞാൻ മാറിയില്ലേ? ഞാൻ സന്തോഷവതിയല്ലേ? ഞാൻ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? അള്ളാൻ്റെ അനുഗ്രഹത്തിന് പാത്രമായ ഒരാളല്ലേ ഞാൻ? അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും, ഇവരൊക്കെ എന്ത് വിശ്വാസമാണ് മനസ്സിലാക്കിയത്? ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചിന്തിച്ചു പോകും. അപ്പോൾ ഇവിടെ ഈ ഒരു ന്യൂസ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം പറയണമെന്ന് തോന്നി. ഇത് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്. അതായത് ഇന്ന് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ വീണു പോയ സമയം മുതൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്ന ഒരു കാര്യം, അത് നിങ്ങളോടും എനിക്ക് പറയണമെന്ന് തോന്നി. അതായത് ഒരു മനുഷ്യൻ ജീവിക്കുന്ന സമയത്ത് അവൻ്റെ ഇഷ്ടങ്ങളും അവൻ്റെ ആഗ്രഹങ്ങളും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണ്ട എന്ന് എനിക്ക് പറയാൻ അധികാരമില്ലെങ്കിലും ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അവിടെ നിങ്ങളുടെ സന്തോഷങ്ങളെയും നിങ്ങളുടെ ആഗ്രഹങ്ങളെയും ഒന്നും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട്, ഞാൻ എൻ്റെ മക്കളോടും പറഞ്ഞു പഠിപ്പിക്കുന്നത് ആ ഒരു കാര്യമാണ്. അതായത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ത്യജിച്ചുകൊണ്ടൊരു ത്യാഗിയായി ജീവിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെയും സന്തോഷങ്ങളെയും നിങ്ങൾ കൊണ്ടുപോവുക. അതോടൊപ്പം മറ്റൊരാളെ ജീവിപ്പിക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ്റെ കഥ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയ ഒരു കഥയായതുകൊണ്ടും അതിന് എൻ്റെ ജീവിതവുമായിട്ട് ചില സാമ്യങ്ങളുള്ളത് കൊണ്ട് നിങ്ങളുമായിട്ടത് പങ്കുവയ്ക്കണം എന്നെനിക്ക് തോന്നി. അതുപോലെ തന്നെ ഈ തനി മലയാളി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി, ഓസ്ട്രേലിയയിലോ എവിടെയോ ആണ് അവളും അവളുടെ ഹസ്ബൻഡും ജീവിക്കുന്നത്. അപ്പോൾ അവളുടെ ഒരു വാക്ക് മുമ്പൊരിക്കൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ആ പുള്ളിക്കാരത്തി നല്ല സാലറി വാങ്ങുന്ന ഒരു ജോലിയിലാണ് ഇരിക്കുന്നത് എങ്കിലും ഈ ഒരു പുള്ളിക്കാരത്തിക്ക് സാലറി കിട്ടുന്ന സമയത്ത് ഈ പുള്ളിക്കാരി സ്വന്തമായിട്ട്, അതായത് ഭർത്താവില്ലാതെ അവളുടെ സ്വന്തം ഇഷ്ടങ്ങൾ ചെയ്യാനായിട്ട് ഒരു ദിവസം അവൾക്ക് വേണം, അവളത് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അവൾക്ക് സാലറി കിട്ടി, അവൾ ഇഷ്ടമുള്ള സിനിമ ഒറ്റയ്ക്ക് പോയി കണ്ടു, അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവൾ വാങ്ങിച്ചു, ഇഷ്ടമുള്ള ചെരുപ്പ്, ഇഷ്ടമുള്ള ഭക്ഷണം, ഇതൊക്കെ അവൾ ഒറ്റയ്ക്ക് പോയി ചെയ്തതിങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ആ ഒരു കൊച്ച് പറയുന്ന കാര്യം, എൻ്റെ അമ്മ ഒരു സർക്കാർ ജോലിക്കാരിയായിരുന്നു, എൻ്റെ അമ്മ അത്രയും നല്ല ശമ്പളം വാങ്ങുന്ന ഒരാളായിരുന്നിട്ട് പോലും സ്വന്തമായി ഒരു സാരി വാങ്ങാൻ പോലും എൻ്റെ അപ്പയോട് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അമ്മ ഒരു ജോലിക്കാരി ആയിരുന്നിട്ട് കൂടി ഇങ്ങനെ ഭയങ്കര കഷ്ടതകൾ നേരിടുന്നത് പോലെ, ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ത്യാഗങ്ങൾ സഹിക്കുന്നത് പോലെ അവൾക്ക് തോന്നിയിരുന്നു. അപ്പോൾ അവൾ അന്ന് അവളുടെ മനസ്സിൽ കരുതിയിരുന്നതാണ്, ഞാൻ ഒരിക്കലും അതുപോലൊരു സ്ത്രീ ആവില്ല,
എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾക്ക് ഞാൻ വലിയ പ്രാധാന്യം നൽകും എന്നുള്ളത്. അപ്പോൾ ആ ഒരു വാക്ക് ശരിക്കും എനിക്കും എൻ്റെ മനസ്സിലും ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മൂത്ത മോളോട് ഒരു ദിവസം ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മോളോട് ഇത് പറഞ്ഞു. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ത്യാഗിയായി ജീവിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മേനെ ഉപ്പേനെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ സഹോദരങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുക, കഷ്ടപ്പെടുന്ന മനുഷ്യനെ കണ്ടില്ല എന്ന് വിചാരിക്കുക, നമ്മളെ നേരേക്ക് കൈനീട്ടുന്ന ഒരാൾക്ക് കൊടുക്കാതിരിക്കുക, അങ്ങനെയല്ല പറയുന്നത്. പക്ഷേ എൻ്റെ ഇഷ്ടത്തിനൊരു പ്രാധാന്യം ഞാൻ നൽകണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോൾ എന്നോട് എടുത്ത വായിക്ക് ഇങ്ങനെ ചോദിച്ചത്, അപ്പോൾ എന്തുകൊണ്ട് ഉമ്മച്ചി അങ്ങനെ ആയില്ല? പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് ഉപദേശിക്കാനായിട്ട് സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ വേണ്ടിയിട്ട് കഴിയാതെ വന്നേക്കാം. അവിടെ എന്തുകൊണ്ട് ഉമ്മ അങ്ങനെ ആയില്ല എന്ന് ചോദിക്കുമ്പോൾ അവിടെ എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ ഭർത്താവിനെ അത്രയേറെ സ്നേഹിക്കുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ത്യാഗമായിരിക്കാം. ഞാൻ ജോലി ഉപേക്ഷിച്ചു, എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ആയിത്തീർന്നു. അത് കഴിഞ്ഞ് എൻ്റെ മക്കളൊക്കെ ഒരുവിധം വലുതായതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഷോപ്പിട്ട് തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇഷ്ടങ്ങൾക്കെല്ലാം കൂടെ നിൽക്കുന്ന ഒരാളായിരുന്നു. എങ്കിലും എൻ്റെ മക്കൾ കണ്ടപ്പോൾ ഞാനൊരു ത്യാഗിയായ ഒരു അമ്മയായിട്ട് അവർക്ക് ഫീൽ ചെയ്തായിരിക്കും. പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ ഈ വളർന്നു വരുന്ന കുഞ്ഞുമക്കളോടും ഈ പ്രവാസികളായിട്ടുള്ള സഹോദരങ്ങളോടും, പ്രവാസികളെന്ന് പറഞ്ഞാൽ ആണുങ്ങൾ മാത്രമല്ല സ്ത്രീകളും ഉണ്ട് കേട്ടോ, അപ്പോൾ ഇവരോടൊക്കെയും ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടും ജീവിക്കുക. മക്കളുണ്ടാകാം, ഭർത്താവുണ്ടാകാം, അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടാകാം, സഹോദരങ്ങളുണ്ടാകാം, ഇവരൊക്കെയും നമ്മൾ നോക്കണം. പക്ഷേ എന്താണ്, നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മൾ ഫസ്റ്റ് ഒരു പ്രയോറിറ്റി കൂടി കൊടുക്കുക. കാരണം ഏത് നിമിഷമാണ് നമ്മൾ വീണു പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഈ ജീവിതമൊക്കെ ഒരു സ്വപ്നമായി മാറുന്നത് ഏത് നിമിഷമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും അദ്ദേഹം വീണു പോകുന്ന നിമിഷം വരെയും അദ്ദേഹം ചിന്തിക്കുന്നു പോലും ഇല്ല എനിക്കിങ്ങനെ ഒരു ലൈഫ് വരാൻ പോവുകയാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു നിമിഷം മുതൽ അത് ഓടിച്ചാടി നടന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് കിടക്കയിലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭയങ്കര മെൻ്റൽ സ്ട്രെസ്സിലോട്ടാണ് പോയത്. അതായത് എനിക്കിനി ഒരിക്കലും നടക്കാൻ പറ്റില്ലേ, എനിക്കിനി ഒരിക്കലും ഓടാനും ചാടാനും പറ്റില്ലേ, എനിക്കിനി ഒരിക്കലും നിങ്ങളെ നോക്കാൻ പറ്റില്ലേ എന്ന് പറഞ്ഞിങ്ങനെ വിതുമ്പുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അദ്ദേഹം അങ്ങനെ തളർന്നിരിക്കുന്നത് കാണാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെയാണ് ആ തളർന്ന് കിടക്കുന്ന അവസ്ഥയിൽ പോലും ഞാൻ ഇദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് ഓട്ടോയിൽ കയറ്റി ഇദ്ദേഹത്തോട് ഞാൻ ചോദിക്കും, എവിടെ പോകണം, നിങ്ങൾക്ക് എവിടെ പോകണം? അപ്പോൾ തളർന്ന് നിങ്ങൾ കിടക്കില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെല്ലാം കൊണ്ടുപോകാൻ ഞാനുണ്ട്, എൻ്റെ മക്കളുണ്ട് എന്ന് ഞാൻ ആ ഒരു ധൈര്യം അദ്ദേഹത്തിന് കൊടുക്കുമായിരുന്നു. പക്ഷെ എന്തോ അൽഹംദുലില്ലാ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു സാധാരണ ലൈഫ് ഞങ്ങൾ തിരിച്ചു പിടിക്കുന്നുണ്ട്. എങ്കിലും എനിക്ക് ഈ ഒരു കാര്യം എൻ്റെ സഹോദരങ്ങളോട് പറയണം എന്ന് തോന്നി. ഒരു മനുഷ്യൻ്റെ ദയനീയ അവസ്ഥയിൽ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അവരെ ഞാനുണ്ട് എന്ന് പറയുന്ന ആ ഒരു വാക്കിന്, അതായത് നീ എന്തിനാണ് വിഷമിക്കുന്നത്, ഞാനുണ്ട് എന്ന് പറയുന്ന ആ ഒരു വാക്കിന് വലിയ വിലയുണ്ട്. ആ ഒരു വില ഒരു കിടപ്പ് രോഗി അല്ലെങ്കിൽ ഒരു ജീവിതം നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യൻ്റെ മുമ്പിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിന് ഈ ലോകത്തോളം വലിപ്പമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു നന്മ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. ഈ പുള്ളിക്കാരനെ ഗവൺമെൻറ് ഏറ്റെടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും കുറേ നാളുകളായി, 7-8 ദിവസമായ ഒരു വീഡിയോ ആണെങ്കിലും പുള്ളിക്കാരൻ സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.